ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമസ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ജിംനോസ്പം, പാലിയോബോട്ടണി, ഫൈറ്റോജോഗ്രഫി ആൻഡ് എവല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ മാർക്കിൻ്റെ പാറ്റേൺസിലൊക്കെ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോർലോയിഡ് റൂട്ട് ഓഫ് സൈക്കസിൻ്റെ കോർലോയിഡ് റൂട്ടിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ മാനോസൈലിക് ആൻഡ് പിക്നോസൈലിക് വുഡിനെ കുറിച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, മാനോസൈലിക് എന്താണ്, പിക്നോസൈലിക് എന്താണെന്ന്. അതേപോലെ കോർലോയിഡ് റൂട്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എനൂമറേറ്റ് ഫേൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കസിൻ്റെ ഫേൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫീമെയിൽ കോൺ ഓഫ് പൈനസിൻ്റെ ഫീമെയിൽ കോണിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ സീറോഫൈറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജിംനോസ്പേം. അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജിംനോസ്പേമിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പാലിയോബോട്ടണി ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ കമ്പയർ ദ മോർഫോളജി ഓഫ് ദ സ്പോറോഫൈറ്റ് ഓഫ് റൈനിയ ആൻഡ് ലെബിഡോഡെൻഡ്രോൺ. ഇതും പാലിയോബോട്ടണിയിൽ വരുന്നതാണ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ പാലിയോബോട്ടണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതാണ് അടുത്തത് വരുന്നത്. അപ്പം 3 ക്വസ്റ്റ്യൻ പാലിയോബോട്ടണി എന്നാണ് ചോദിച്ചത്, 5 ക്വസ്റ്റ്യൻ ജിംനോസ്പേം എന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എക്സ്പ്ലെയിൻ. അത് ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ ലാൻഡ് ബ്രിഡ്ജസ്, അതുപോലെ എൻഡമിസം. വാട്ട് ഈസ് എൻഡമിസം എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ഇത് 3 എന്താണ് ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് വരുന്ന ഭാഗങ്ങളാണ്. പിന്നെ അടുത്ത ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എവല്യൂഷൻ ഓഫ് പ്രോകാരിയോട്ടിസിൽ. അത് എവല്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ മെജോറിറ്റി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ജിംനോസ്പേം എന്നാണ്. ജിംനോസ്പേമിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ പാലിയോബോട്ടണിയിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഫൈറ്റോജോഗ്രഫിയിൽ നിന്നും എവല്യൂഷനിൽ നിന്ന് 1 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സെക്ഷൻ എയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ സീലിംഗ് 24 വരുന്നത്. ഇവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഓവറോൾ സീലിംഗ് 25. ഇതിൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് പക്ഷേ ഇപ്പം ഈ ഒരു പാറ്റേണിലല്ല കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് പൈനസ് നീഡിലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ വരച്ചതിന് ശേഷം അതിൻ്റെ സീറോമോർഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജിംനോസ്പേം എന്നാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ജിംനോസ്പേം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ജിംനോസ്പേം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വൈ ജിംനോസ്പേംസ് ആർ കൺസിഡേർഡ് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ആൻജിയോസ്പേം. എന്തുകൊണ്ടാണ് ജിംനോസ്പേമിനെ ആൻജിയോസ്പേമിൻ്റെയും ടെറിഡോഫൈറ്റിൻ്റെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയാനുള്ള കാരണം ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ജിംനോസ്പേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആൻഡ് ഗിവ് ഇറ്റ്സ് ഡയമെൻഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോസിൽ. ഇതൊക്കെ വരുന്നത് ഇതിലാണ്, പാലിയോബോട്ടണിയിലാണ്. പിന്നെ ഫൈറ്റോജോഗ്രഫിക്കൽ സോൺസ് ഓഫ് ഇന്ത്യ. ഫൈറ്റോജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഫൈറ്റോജോഗ്രഫിക്കൽ സോൺസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ദ തിയറീസ് ഓഫ് ഓൺ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് സ്പീഷീസ്. ഇതും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള, ഡിഫൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് എവല്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഇനി സി ടൈപ്പ്, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്നത് ഒരു എസ്സേക്ക് 11 മാർക്കാണ്. ഈ മാർക്കിംഗ് പാറ്റേണിലൊക്കെ വ്യത്യാസമുണ്ട്. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അത്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ജിംനോസ്പേം എന്നാണ്. അതായത് സൈക്കസ്, പൈനസ്, നീറ്റം അതിൻ്റെയൊക്കെ മെയിൽ ഫ്രൂട്ടിഫിക്കേഷൻ കമ്പയർ ചെയ്യുക, ഡയഗ്രാം വെച്ചിട്ട് കമ്പയർ ചെയ്യാം. അതുപോലെ ആൻജിയോസ്പേമിക് ഫീച്ചേഴ്സ് ഓഫ് നീറ്റത്തിൻ്റെ ആൻജിയോസ്പേമിക് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എസ്സേ ഓൺ സ്പീസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള എസ്സേ. അത് എവല്യൂഷൻ എന്ന് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജിംനോസ്പേമിൽ നമ്മൾ പഠിക്കുമ്പം ജിംനോസ്പേമിൻ്റെ സ്റ്റെമ്മ് പൈനസിൻ്റെ നീഡിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നീഡിൽ വരയ്ക്കാൻ പഠിക്കാം.
അതുപോലെ ഫ്രൂട്ടിഫിക്കേഷനും എന്തൊക്കെയാണോ വരയ്ക്കാനുള്ളത് അതൊക്കെ പഠിച്ച് വയ്ക്കുക. ഞാൻ ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ചിത്രത്തിൽ മെജോറിറ്റി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഈ കുട്ടിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോൾ നമുക്ക് എഴുതാൻ ടൈം കിട്ടിയില്ലെങ്കിലും ആ പിക്ചർ വെച്ചെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം പിക്ചറുകൾ വരയ്ക്കാനായിട്ട് പഠിക്കുക. ഇതിൽ പ്രധാനമായിട്ടുള്ളത് പൈനസിൻ്റെ നീഡിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വരയ്ക്കാനായാലും എഴുതാനായാലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം. എനിക്ക് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.